ഹലോ ഗൈസ്, ഇന്ന് കടയിൽ പോയി ചിക്കനൊക്കെ വാങ്ങി വന്നൊരു ഉണ്ണിയപ്പം ബൂസ്റ്റിട്ട പാലൊക്കെ കുടിച്ചിട്ട് ചിക്കൻ കറീൻ്റെ പരിപാടി തുടങ്ങി കേട്ടോ. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് കടുകിട്ട് പൊട്ടിച്ചിട്ട് ഈ കടുകിടുന്ന സമയത്ത് നിങ്ങൾക്ക് തേങ്ങാക്കൊത്തൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ വെള്ളുള്ളിയും ഇഞ്ചിയും മുറിച്ചിട്ടത് ഇടാം, കുനുകുനാ അരിഞ്ഞത് കേട്ടോ. പിന്നെ ചതച്ചിട്ട് ഇടാം, ഞാൻ ചതച്ചിട്ടാണ് ഇടൽ. ഇന്ന് പിന്നെ എനിക്ക് ചതയ്ക്കാനും സമയം ഇട്ടാത്തത് ഞാൻ മുറിച്ചങ്ങിട്ട്. പിന്നെ പച്ചമുളക് ഇടുക, എന്നിട്ട് അതൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ സവാള അരിഞ്ഞ് വെച്ച സവാള ഇടുക. സവാള നല്ല മെലിഞ്ഞിട്ട് അരിയണം കേട്ടോ, അപ്പോഴാണ് വേഗം കുക്കായി കിട്ടുക. നല്ലോണം കുക്കായാൽ ചിക്കൻ കറീൻ്റെ ടേസ്റ്റ് അത്രയും കൂടും. വാട്ടുന്ന സമയത്തെ അത് നല്ലോണം ഇങ്ങനെ വഴറ്റി എടുത്താൽ ചിക്കൻ കറിക്ക് അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. എന്നിട്ട് അതിങ്ങനെ നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കുക. പിന്നെ അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടെ അതിലേക്ക് ഇടുക കേട്ടോ. ഉള്ളി വെന്ത് വരുന്ന സമയത്ത് പിന്നെ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ ഉപ്പിടാനൊക്കെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഞാനങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. വാട്ടിയെടുത്തിട്ട് പിന്നെ തക്കാളി ആഡ് ചെയ്യാം കേട്ടോ. തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കുക. നിങ്ങളിങ്ങനെ തന്നെയാണോ ചിക്കൻ കറി വെക്കൽ? എങ്ങനെ ഉള്ളി വാട്ടിയിട്ടാണോ വെക്കൽ അതോ അല്ലാണ്ടാണോ? പിന്നെ ഇവിടെ വാട്ടിയിട്ട് തന്നെയാണ് അധികം വെക്കൽ കേട്ടോ. തക്കാളി ഞാനിത് നല്ല വട്ടത്തിലൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അത് വേവിച്ചിട്ടെടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അമ്മ അതാ പൊരിക്കാനുള്ള ചിക്കനൊക്കെ മസാലയൊക്കെ തേച്ച് സൈഡ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് വെയിറ്റിങ്ങിലാണ്. കറി ഉണ്ടാക്കിയിട്ട് വേണം അത് ഉണ്ടാക്കാൻ. അപ്പം അതൊക്കെ നന്നായിട്ട് വാട്ടി. പിന്നെ ഞാനിതിൽ ഇപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇടുന്നുണ്ട് ചിക്കൻ ഇടുന്ന സമയത്ത്. ഉരുളക്കിഴങ്ങ് കൂടുതൽ എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇപ്പോൾ ചിക്കൻ കറിയും കൂട്ടിയിട്ട് തിന്നും, ചിക്കനും കൂട്ടിയിട്ട് തിന്നും. പിന്നെ പിറ്റേ ദിവസമല്ലേ അതിങ്ങനെ ആ കറി ചൂടാക്കിയിട്ട് കഴിക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറേ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ തേങ്ങ വറക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ മല്ലിയും മുളകും ഇട്ടത് കേട്ടോ. തേങ്ങ ഒന്ന് ആയി വരുന്ന സമയത്ത് അതിലേക്ക് മല്ലിയും മുളകും ഇട്ടിട്ട് ഒന്നുകൂടെ വറുത്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ മല്ലിയും മുളകൊന്നും ചേർത്തിട്ടില്ല. ചിക്കൻ അതിലേക്ക് ചേർത്തിട്ട് പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യമായ ഉപ്പും, നേരത്തെ ഉള്ളി വാടാൻ ആവശ്യമായ ഉപ്പ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ കറിയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് അടച്ച് വെച്ച് മൂടുന്നുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അതിലുള്ള ചിക്കനിലുള്ള വെള്ളം ഇറങ്ങിയിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ ഒന്ന് വാട്ടിയിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആവശ്യമുള്ള വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ വറുത്തരച്ച് വെച്ച് തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ വറുത്തരച്ച് വെച്ചതാണ്. അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡിയാണ് കേട്ടോ. ഇതിലിനി വേറെ വറവൊന്നും ഇടണ്ട, കാരണം നമ്മൾ ഉള്ളി ഓൾറെഡി വാട്ടുമ്പോൾ വറവൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, ആ സമയത്ത് നിങ്ങൾക്ക് തേങ്ങാക്കൊത്തൊക്കെ ഇടാം, അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാനതിൽ മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ചിക്കൻ കറി സെറ്റാണ്. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് ചിക്കൻ വറുക്കാനും കൂടി ഉണ്ട്. അപ്പോൾ അത് സൈഡിൽ വെയിറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ രീതിയിൽ തന്നെയാണ് ചിക്കൻ കറി വെക്കലെന്ന് പറയണേ. തേങ്ങ വറക്കുന്ന വീഡിയോ എടുക്കാൻ എന്നോട് ആക്ച്വലി മറന്നതാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് തിളയൊക്കെ വന്ന് കുറച്ച് എണ്ണയൊക്കെ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി സെറ്റായി. ഇനിയിപ്പോൾ ഞാൻ ചിക്കനും കൂടെ പൊരിച്ച് പിന്നെ ചോറ് തിന്നു കേട്ടോ. ഞാൻ പിന്നെ ഈ കറി ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് പിന്നെ ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ കുറച്ചേ ചേർക്കാറുള്ളൂ, ഒരുപാടൊന്നും ചേർക്കില്ല. കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ പൊരിക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടെടുത്തിട്ട് പിന്നെ എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ചിക്കൻ ഇട്ടൊന്ന് വറുത്തെടുത്തതാണ്. കൂടുതൽ മസാല ചേർത്തില്ല. മല്ലിയും മുളകും മഞ്ഞളും മാത്രമേ ഉപ്പും കൂടെ ചേർത്തിട്ടുള്ളൂ. വേറെ ഒന്നും എക്സ്ട്രാ ചേർത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ വറുത്തതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ചിക്കൻ കറിയും ചിക്കൻ വറുത്തൊക്കെ കൂട്ടി ചോറുന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം ഗൈസ്.